മുഹമ്മദ് റാഫി. തും മുझे यूं भुला न पाओगे. പരിചയപ്പെടുത്തലുകളോ വിശേഷണങ്ങളോ ആവശ്യമില്ലാത്ത ഇതിഹാസ ഗായകൻ. തന്റെ വൈവിധ്യമാർന്ന ശബ്ദം കൊണ്ട് ഫാസ്റ്റ് പെപ്പി ഗാനങ്ങൾ മുതൽ ദേശഭക്തി ഗാനങ്ങൾ, ശോകഗാനങ്ങൾ തുടങ്ങി റൊമാൻറ്റിക് ഗാനങ്ങളും ഖവാലികൾ മുതൽ ഗസലുകൾ വരെയും ഭജനകൾ മുതൽ ശാസ്ത്രീയ ഗാനങ്ങൾ വരെയും ആലപിച്ച് തലമുറകളെ ആനന്ദിപ്പിച്ച മുഹമ്മദ് റാഫി 1924 ഡിസംബർ 24 ഒരു പഞ്ചാബി ജാട്ട് മുസ്ലിം കുടുംബത്തിൽ അല്ലാ രാഖിക്കും ഹാജി അലി മുഹമ്മദിനും ജനിച്ച 6 മക്കളിൽ 5ാമത്തവനായിരുന്നു മുഹമ്മദ് റാഫി. അന്നത്തെ കാലത്ത് ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് കലാരംഗത്ത് ഉയർന്നു വരുന്നതിന് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. എന്നാൽ സഹൃദനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഹാജി അലി മുഹമ്മദും കുടുംബവും പൂർണ്ണ പ്രോത്സാഹനവുമായി അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നതാണ് തന്റെ ശക്തിയെന്ന് റഫി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. 41 ലാഹോറിൽ സംഗീത സംവിധായകൻ ശ്യാം സുന്ദറിന്റെ കീഴിൽ പഞ്ചാബി ചിത്രമായ ഗുൽ ബലോച്ചിൽ സീനത്ത് ബീഗത്തോടൊപ്പം സോണിയെ നീ ഹിറിയെ നീ എന്ന ഡ്യുവറ്റിൽ പിന്നണി ഗായകനായി റാഫി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. അതേ വർഷം തന്നെ മുഹമ്മദ് റഫിയെ ഓൾ ഇന്ത്യ റേഡിയോ ലാഹോർ സ്റ്റേഷനു വേണ്ടി പാടാൻ ക്ഷണിച്ചു. 1945 ഗാവോം കി ഗോറി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 1000-ലധികം ഹിന്ദി സിനിമകൾക്കും നിരവധി ഇന്ത്യൻ ഭാഷകളിലും ചില വിദേശ ഭാഷകളിലും അദ്ദേഹം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. जब राह न पाए मेरे संग आए के पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार. വളർന്നു വരുന്ന ഗായകന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുഹമ്മദ് റാഫിക്ക് 1946 തന്റെ ആദ്യ സോളോ സോങ് അൻമോൽ ഖടി നൽകുകയായിരുന്നു. ഇതിലെ തേരാ ഖിലാന തൂത്ത ബാലക് ഇന്നും പ്രശസ്തമായ ഗാനമാണ്. വിഖ്യാത ഇംഗ്ലീഷ് ഗായകൻ എൽവിസ് പ്രസ്ലിയുമായി മുഹമ്മദ് റഫിയെ താരതമ്യപ്പെടുത്തിയ ഗാനമായിരുന്നു യാഹൂ ചാഹെ കോയി മുझे ജംഗ്ലി കഹേ. റഫി സാബിന്റെ ഗാനങ്ങൾക്ക് ഷമ്മിജിലെ ചുവടുകൾ കൂടി ആയപ്പോൾ റഫിയെ ഇന്ത്യൻ എൽവിസ് പ്രസ്ലി എന്ന് ആരാധക സമൂഹം വിളിച്ചു. 1967 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1981 പുറത്തിറങ്ങിയ ആസ് പാസ് എന്ന ചിത്രത്തിനു വേണ്ടിയുള്ള തൂ കഹി ആസ് പാസ് ഹെ ദോസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ റെക്കോർഡിംഗ്. ഒരു മുൻ തലമുറയെയും ഇനി വരാനിരിക്കുന്ന അനേകം തലമുറകളെയും തന്റെ ശബ്ദ മാധുര്യത്തിലൂടെയും രസതാളലയങ്ങളിലൂടെയും ആനന്ദിപ്പിച്ച ശേഷം 1980 ജൂലൈ 31 ആ സംഗീതയുഗം അവസാനിച്ചു. ആ ശബ്ദം എന്നേക്കുമായി നിലച്ചു. തന്റെ മാന്ത്രിക ശബ്ദത്തിലൂടെ ഒന്നല്ല 1000 തവണ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആ അനുഗ്രഹീത ഗായകൻ ഇന്നും ജീവിക്കുന്നു സഹൃദരായ മനുഷ്യരുടെ മനസ്സുകളിൽ. പ്രണാമം.